കേരള സർവകലാശാല കലോത്സവത്തിനിടയിലെ അനിഷ്ട സംഭവങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ച് സിൻഡിക്കേറ്റ്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നിർത്തിവെച്ച കലോത്സവം പൂർത്തിയാക്കും. കലോത്സവത്തിൽ കോഴ വാങ്ങിയെന്ന കേസിൽ ആത്മഹത്യ ചെയ്ത ഷാജി അടക്കമുള്ള പ്രതികളുടെ ഫോൺ രേഖകൾ പോലീസ് ശേഖരിക്കുകയാണ്. സർവകലാശാല കലോത്സവത്തിലുണ്ടായ സംഘർഷം, കോഴയാരോപണം, വിധികർത്താവിന്റെ മരണം തുടങ്ങി വിവാദ വിഷയങ്ങളിൽ അന്വേഷണം നടത്താനാണ് ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം സമിതിയെ നിയോഗിച്ചത്. ഡോക്ടർ ഗോപചന്ദ്രൻ, അഡ്വക്കേറ്റ് ജി മുരളീധരൻ, ആർ രാജേഷ്, ഡോക്ടർ ജയൻ എന്നിവരാണ് അന്വേഷണ സമിതിയിലെ അംഗങ്ങൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. റിപ്പോർട്ട് ലഭിച്ച ശേഷം നിർത്തിവെച്ച കലോത്സവം പൂർത്തീകരിക്കും. യൂണിവേഴ്സിറ്റി യൂണിയൻ കാലാവധി 2 മാസം കൂടി ദീർഘിപ്പിക്കുന്നത് സംബന്ധിച്ചും റിപ്പോർട്ടിന് ശേഷം തീരുമാനമെടുക്കും. കലോത്സവ മാനുവൽ പരിഷ്കരിക്കുന്നതിനെപ്പറ്റി പഠിക്കാൻ പ്രത്യേക സമിതിയെ രൂപീകരിക്കാനും സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. അതിനിടെ കലോത്സവ കോഴക്കേസിൽ പോലീസ് മൊഴിയെടുപ്പ് തുടങ്ങി. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ഡയറക്ടർ ഓഫ് സ്റ്റുഡന്റ് സർവീസിന്റെ മൊഴിയെടുത്തത്. തിരുവാതിര, മാർഗം കളി മത്സരാർത്ഥികളുടെ മൊഴിയും രേഖപ്പെടുത്തും. ഷാജി അടക്കമുള്ള പ്രതികളുടെ ഫോൺ കോൾ വിവരങ്ങളും ഫോൺ മെമ്മറിയും പരിശോധിക്കാനും പോലീസ് നീക്കം തുടങ്ങി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.